എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ചിരിച്ചോ? ഞാൻ എന്തായാലും ചിരിച്ചു വെച്ച് പണ്ടോരടങ്ങി. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജസ്നത്താത്തയുടെ പുതിയൊരു റീൽസ് കണ്ടിട്ട് എനിക്ക് ശരിക്കും ചിരിയല്ല സുഹൃത്തുക്കളെ, സഹതാപമാണ് തോന്നിയത്. കാരണം ഞാൻ വിചാരിച്ചു ഹൈറ്റ് കൂടി ഒന്നിനെങ്കിലും തിരഞ്ഞെടുക്കും എന്നുള്ളത്. എന്താ ചെയ്യാം, മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പരിഹസിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കണ്ട എൻ്റെ താത്തയെ. ഇനിയൊക്കെ എന്ത് ഇങ്ങനെ ഈ മറ്റുള്ള ആൾക്കാരെ എന്തൊക്കെയായിരുന്നു ചീത്തവിളിയും തെറിവിളിയും ഒക്കെ ശരിക്കും എത്തേണ്ട കൈകളിൽ തന്നെ എത്തി എന്ന് തന്നെ പറയാം അല്ലേ. പാവം സലീം കാക്ക വെള്ളം ഇറക്കുന്നുണ്ടാവും ഈ റീൽസൊക്കെ കണ്ടിട്ട്. ഏത് റീൽസ്? അമ്മേ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്തായാലും ദാസേട്ടൻ ഇന്ന് കുളിര് കോരാനായിട്ട് എന്നെ ധാരാളം എന്താ സംഭവം അല്ലേ. എനിക്ക് ചിരി സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, എന്താ പറയണ്ടേ, വാക്കുകൾ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്, മറന്നുമല്ല. അതുപോലെ തന്നെ അയ്യോ സംഭവം യുഗയോ എല്ലാം കണ്ടറിഞ്ഞ് കാണണല്ലേ സുഹൃത്തുക്കളെ. നിങ്ങൾ കണ്ടിനാ ആ റീൽസ്? ഒന്ന് പോയിട്ട് നോക്കണം. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് കണ്ടിട്ടാണ് എനിക്ക് അതിലും വലിയൊരു ചിരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് വട്ടാണോ? എനിക്ക് തോന്നുന്നു അതാണ് വട്ടിട്ടോന്ന് സംശയമില്ലാതില്ല. അപ്പം ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, എന്നിട്ട് വന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ സമയം ഒരുപാടായി, നിങ്ങളെല്ലാവരും ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, ഇപ്പം തന്നെ വന്നിട്ട് ഒരു ലൈവോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിലും വീഡിയോയിലും ഒക്കെ വരുന്നത്. അപ്പം നിങ്ങൾ കണ്ടിനോന്നറിയില്ല, നമ്മളെ കണ്ണിൻ്റെ രാധയുടെ പുതിയ റീൽസ് വന്നിട്ടുണ്ട്. രാധയുടെ റീൽസ് കണ്ട സമയത്ത് അമ്മച്ചിക്ക് അങ്ങനെ സൂചിച്ചെന്നാണ് തോന്നുന്നത് അല്ലേ. ആ സംഭവം തന്നെ പാവം സലീംക്ക വിചാരിക്കുന്നുണ്ടാവും ഇമാതിരി ഒരു തേവീനെ കിട്ടിയത് കൊണ്ട് ഉള്ളിൽ വെള്ളം ഇറക്കാനല്ലേ പറ്റും, പുറത്ത് വെള്ളം ഇറക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പോൾക്ക് ആൾക്കാർ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യൂലേ യൂട്യൂബുകാരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ കണ്ടൻറ് തന്നെ യൂസ് ചെയ്യുന്നത്. അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ വൃത്തികടലെ വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് എന്തായാലും ഇനി ചെറിയ ഷോർട്ട് വീഡിയോ, നാളെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരാം.